സഖാക്കളെ ട്രോളിക്കൊന്ന് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനും അവരുടെ കള്ളം പച്ചയ്ക്ക് പിടിച്ച് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും. ഇതിൽ ആരുടെ പ്രതികരണമാണ് ബെറ്റർ എന്ന് എനിക്കറിയില്ല. രണ്ട് പ്രതികരണവും കാണിക്കാം. രണ്ടും ഒന്നിനൊന്ന് മെച്ചമുള്ള പ്രതികരണം. ഒന്ന്, സാക്ഷാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ശ്രീ വി ഡി സതീശൻ അതിശക്തമായി ഹാസ്യരൂപത്തിൽ തിരിച്ചടിച്ചത്. രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി കഴിഞ്ഞ 2 ദിവസങ്ങളിലെ വീഡിയോകളിലൂടെ കോൺഗ്രസിനെതിരെ പറയുന്ന കള്ളങ്ങൾ പൊളിച്ചടുക്കിയത്. ഇവിടെയും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നും കോൺഗ്രസിന്റെ സൈബർ യുദ്ധത്തിലെ ഒന്നാം നിര രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന ജനപ്രീതി, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്ക് കിട്ടുന്ന വ്യാപകമായ റീച്ചും അക്സെപ്റ്റൻസും ഇന്നും കോൺഗ്രസിൻ്റെ മുൻനിര പോരാളി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന് ആരും മറക്കരുത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് രണ്ടുപേരുടെയും പ്രതികരണങ്ങളൊന്ന് കാണാം. രണ്ടും ഒന്നിനൊന്ന് മെച്ചമുള്ള പ്രതികരണങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രി ആഹാരം കഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിമർശനം. സാധാരണഗതിയിലെ നമ്മളൊക്കെയാണ് അങ്ങനെ പറയുന്നത്, അതായത് സാധാരണക്കാരും ഡിജിറ്റൽ മീഡിയയിൽ ഇടപെടുന്നവരും ഒക്കെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേൾക്കേണ്ടതാണ്. കാര്യമായിട്ട് ശ്രീ വി ഡി സതീശൻ ആ തൊഴലൊക്കെ ഒന്ന് നോക്കിയോണം. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിന്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ ഞങ്ങൾ ഇതേപോലത്തെ പത്രസമ്മേളനങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചോ, തെറ്റ് പറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്, എത്ര ഹീനമായിട്ടുള്ള എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നു. അല്ലെ, ഒരു ചോദ്യത്തിന് മറുപടി പറ, അല്ല ഇതിനൊന്നും മറുപടി പറ. മുഖ്യമന്ത്രി മാധ്യമങ്ങളിൽ ഭക്ഷണം കഴിച്ചാൽ എന്ത് ഔചിത്യക്കുറവാണ്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? ഈ മാധ്യമപ്രവർത്തകർ ഭക്ഷണം കഴിച്ചില്ലേ? വേറെ എന്തോ അവർ നിരാഹാരമായിരുന്നു. ക്ഷമിക്കണം. ഉഗ്രൻ പ്രതികരണം. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. അതായത് മനഃപൂർവ്വം അതിനെ പ്രശ്നവൽക്കരിക്കുകയും അതിനൊരു ഇഷ്യൂ ആക്കുകയും ചെയ്യുകയാണ് അവിടെ ചെയ്തത്. മുഖ്യമന്ത്രി കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് മറുപടി നൽകിയിട്ടുണ്ട്. അത് പക്ഷേ ഏറ്റവും നന്നായി നൽകിയത് മുഖ്യമന്ത്രി ഈ പ്രതികരണം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നന്നായി ആ പ്രതികരണം കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. മുഖ്യമന്ത്രിയുടെ സീനിയോറിറ്റിയാണ് പ്രധാനമെന്നുള്ളതുകൊണ്ട് ശ്രീ വി ഡി സതീശൻ ജിയുടെ പ്രതികരണം ആദ്യം നൽകണമെന്നുണ്ട്, അതാണ് ആദ്യം നൽകുന്നതെന്നേ ഉള്ളൂ. പക്ഷേ ഗംഭീരമായ ഒരു മറുപടി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയത്. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു, കാണാൻ വേണ്ടിയിട്ട്. കാണാൻ പോയി എന്നാണ് പ്രചരിപ്പിച്ചത്. ഭാര്യ ബന്ധുക്കളെ കാണാൻ പോയി എന്നാണ് പ്രചരിപ്പിച്ചത്. കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല, 1 രൂപ പോലും സർക്കാരിന് അധികച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19-ാം തീയതി വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാര് വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ എന്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല.
മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകൾ അതാണ് ശ്രീ വി ഡി സതീശൻ മറുപടി പറഞ്ഞ് അദ്ദേഹത്തോട് പിടിച്ചു നിൽക്കാൻ എന്താ പറയുക, അത്രയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്ന ഫാക്ട്സ് ആണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ പൊളിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ ഉക്കം പ്രതികരണങ്ങളാണ്. നമുക്കൊന്ന് കാണാം. ഒരു മിനിറ്റ് നോക്കണേ. നാട്ടുകാർ പലരും ഇപ്പം ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണേ, രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം എനിക്ക് സന്തോഷമേ ഉള്ളൂ. കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ഐപാഡും ലാപ്ടോപ്പും ഒക്കെ പിടിച്ച് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്. കാര്യം എന്താ അറിയോ, സമയമില്ല. പല കാര്യങ്ങളും ചെയ്തെടുക്കാനും പ്രോപ്പർലി ചെയ്യാനുള്ള സമയമൊന്നുമില്ല. നമ്മൾ പറയുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇടുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കിക്കോ. ഡീസന്റ് ആയിരുന്നു വിജയൻ. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്. ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു. എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആ വിജയൻ എന്ന് ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം അറിയിച്ചു. ആറന്മുള MLA ശ്രീ അബിൻ വർഗീയെ ഫോൺ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അബിൻ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അതുകൂടി നോക്കാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പൊന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്നാ വിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. എനിക്ക് ആ അമ്മയോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയില്ല. പക്ഷേ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയുടെ നാവിലേക്ക് സ്വന്തം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കുത്തിത്തിരികെ കൊടുത്ത ആ ബിജിലിമോൻ ആരാണെന്ന് കാണണ്ടേ? അമ്പട കേമ സഖാവ് ബിജിലി കുട്ട കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ബിജിലിമോൻ എന്ന് പറയുന്ന ചങ്ങാതി. എന്റെ പൊന്നു ബിജിലി, ആ പമ്പയാറ്റിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നാൽ ഇതിനേക്കാൾ അന്തസ്സാണ്. ഒരു നാടിനെ ചേർത്ത് പിടിക്കുമ്പോൾ നാട്ടിലെ MLA അബിൻ വർക്കിയും കുറെ ഉദ്യോഗസ്ഥന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും എല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനിടയിലും ഈ വിഷവുമായി കയറാൻ ചില്ലർ ഉടുപ്പൊന്നും പോരെന്റെ പൊന്നു ചങ്ങാതി. നിങ്ങളെപ്പോലുള്ള ദുരന്തങ്ങളെയും ഈ മഴയും ഒരുപോലെ ഈ നാട് നേരിടും. ഈ ദുരന്തത്തിന് ഈ നാട് തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. അതെ, ഒരു മിനിറ്റ് നോക്കണം. അപ്പോൾ വളരെ ഗംഭീരമായ പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. മാത്രമല്ല ഇതിന് മുമ്പത്തെ വീഡിയോയും ദുരന്തകാലത്ത് രാഷ്ട്രീയം പറയുന്നതിനെ കുറിച്ച് ഗംഭീരമായൊരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. സഖാക്കളും ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതേ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടതാണ്, അല്ലാതെ കക്ഷി രാഷ്ട്രീയം പറയേണ്ടതല്ല. ആരുടെ പ്രതികരണമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? വി ഡി സതീശൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ?